രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതിനിടയിൽ തൃശൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരു സമരത്തിലേക്ക് പോയിരിക്കുന്നു. തൊട്ടിൽ കെട്ടി സമരമാണ് തൃശൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് പോയത്? DCC ഓഫീസുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തൊട്ടിൽ കെട്ടേണ്ട ഒരു സാഹചര്യമാണ് ആസന്നമായിരിക്കുന്നത്. ആ തരത്തിലാണ് യുവ നേതാക്കളെ ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വളർത്തി വലുതാക്കുന്നത്. ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയല്ല, നിരവധി സ്ത്രീകളാണ് അദ്ദേഹം ലൈംഗികമായി ആക്രമിച്ചു എന്നുള്ള പരാതി, അത് തെളിവ് സഹിതം അദ്ദേഹം നടത്തിയിട്ടുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സംഭാഷണങ്ങൾ നമുക്കിന്ന് വാട്സാപ്പ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ലൈവായിട്ട് ഇന്ന് ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ശക്തമായ തെളിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. ദീപാദാസ് മുൻഷി കോൺഗ്രസിന്റെ ഇവിടുത്തെ ചുമതല വഹിക്കുന്ന ഒരു വനിത കൂടിയാണ്. അവർ പറയുന്നത് ഇത് അടഞ്ഞ അധ്യായമാണ്, അവസാനിച്ചിരിക്കുന്നു എല്ലാ വിവാദവും എന്നാണ്. ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല മഹിളാ മോർച്ച ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. നിരവധി സ്ത്രീകൾ ഇനിയും പുറത്തുവിടാത്ത തെളിവുകൾ ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പരാതികൾ പറയുന്നതും പറയാത്തതും അവരുടെ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങളായിരിക്കാം. ഒരുപക്ഷെ പരാതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നേതൃത്വം സംരക്ഷിക്കില്ല എന്നൊരു നിലപാടെടുത്തത് കൊണ്ടായിരിക്കാം അവിടെ ആ തരത്തിലുള്ള പോലീസ് നടപടികളിലേക്ക് പ്രവർത്തകർ തുനിയുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ എടുത്തു പറയേണ്ടത് ശ്രീ VD സതീശന്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തകയ്ക്കെതിരെയാണ് ഒരു അതിക്രമം നേരിട്ടിരിക്കുന്നത്. ആ സ്വന്തം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ നേതാവ് എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിൽ സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു നേതാവായിട്ട് വിലസാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം വന്നതും ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു വേദി തിരഞ്ഞെടുത്തതാണ്. കാരണം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് ശ്രീ കരുണാകരന്റെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരായിട്ടായിരുന്നു അന്ന് ആരോപണം ഉയർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഒരു ചോദ്യം ഉയർത്തിയിരുന്നത്. എന്നാൽ ആ ചോദ്യം ചോദിക്കാനുള്ള അർഹത ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനില്ല എന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ്, വ്യത്യസ്തമായ ഒരു സമരത്തിലേക്ക് മഹിളാ മോർച്ച പോയിരിക്കുന്നു. തൊട്ടിൽ കെട്ടിയുള്ള ഒരു സമരമാണ്. കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം വന്നതും കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് തന്നെയാണ് മഹിളാ മോർച്ച കാണുന്നത്. വരും ദിവസങ്ങളിലും ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം തുടരും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.